ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗിൽ ഞാനൊരു സബ്സ്ക്രൈബർ റിക്വസ്റ്റിൻ്റെ ഇത് കാരണം ഞാൻ ആക്ച്വലി ഈ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ആ സബ്സ്ക്രൈബറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഇട്ടുതരാം ആരാണെന്ന്. 2 പ്രാവശ്യം ആൾ എന്നോട് ചോദിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ അതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാം, അതിനെ പറ്റിയിട്ടൊരു വ്ളോഗ് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ക്യാമറയെ പറ്റിയിട്ടാണ്. ഇതാണ് ഷോമി 14 അൾട്ര. ഇത് കണ്ടില്ലേ, ഇത് കണ്ടാലൊരു മൊബൈൽ ഫോണാണ്, പക്ഷേ ക്യാമറയുടെ എല്ലാ സെറ്റപ്പും ഇതിൽ നമുക്ക് കിട്ടും. ഈ ക്നാപ്പടക്കം ഇതിൻ്റെ ഒപ്പം ഇത് ഊരാനും പറ്റും നമുക്ക്. ഇതിൻ്റെ കേസ് നമുക്കിതിൽ ലെൻസും പലതും അതിൻ്റെ ലെൻസ് ഫിൽറ്റേഴ്സ്, ബേസിക്കലി ലെൻസ് അല്ല ലെൻസ് ഫിൽറ്റേഴ്സ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇന്ന് നമുക്ക് സംസാരിക്കാം. ഞാനിപ്പോൾ കണ്ടിന്യൂസ്ലി വ്ളോഗിങ് ചെയ്ത് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 6 to 7 years ആയി. ഈ സമയത്തിനുള്ളിൽ ഞാൻ ക്യാമറനെ പറ്റിയിട്ട് പഠിക്കലും പിന്നെ ഷൂട്ട് എങ്ങനെ ചെയ്യേണ്ടത്, പല കാര്യങ്ങളും എന്ന് വെച്ചാൽ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യേണ്ടത്, ഇതൊക്കെ പഠിക്കേണ്ടി വന്നു. എനിക്കിതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ സ്ലോലി എനിക്ക് അതിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കൂടി തുടങ്ങി. അപ്പോൾ ആക്ച്വലി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മൂവീസ് ഉണ്ടാക്കൽ എന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്യണതും വീഡിയോസ് ഉണ്ടാക്കലും പിന്നെ വ്ളോഗ് ചെയ്യണതും ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു പാഷനാണ് ബേസിക്കലി. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ ഉണ്ടാക്കാനും കാരണം. എൻ്റെ ആദ്യത്തെ ചാനൽ ഫുള്ളി റിലേറ്റഡ് ടു ഓഡിയോ ആയിരുന്നു. കാരണം ഞാനൊരു ഓഡിയോ എഞ്ചിനീയർ ആയതുകൊണ്ട് പിന്നെ ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഞാൻ ആക്ച്വലി ഓഡിയോ റിലേറ്റഡ് കണ്ടൻറ്റാണ് അതിലിട്ടിരുന്നത്. പക്ഷേ ഇതും എൻ്റെ ഒരു പാഷനായിട്ട് വളർന്നു തുടങ്ങി. ദ ഡേ ഐ സ്റ്റാർട്ടഡ് ഷൂട്ടിങ് മൈസെൽഫ് ആൻഡ് മേക്കിംഗ് ട്യൂട്ടോറിയൽസ് ഐ കെയിം ടു നോ എന്നുവെച്ചാൽ ഈ വീഡിയോഗ്രാഫിനെ പറ്റിയും സിനിമാറ്റോഗ്രാഫിനെ പറ്റിയും പറഞ്ഞു വന്നാൽ അത് ഭയങ്കരമായിട്ട് എനിക്കത് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ വെറും ഒരു റിവ്യൂ മാത്രമല്ല, ഇതൊരു വ്ളോഗിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു വ്ളോഗാണ്. എന്നുവെച്ചാൽ നമ്മളിൽ കുറേ ആൾക്കാരുണ്ട് വ്ളോഗിങ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളവർ, പക്ഷെ അവർക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ല. എങ്ങനെ തുടങ്ങേണ്ടത്, ഏത് ക്യാമറ നമ്മൾ ഉപയോഗിക്കേണ്ടത്, അങ്ങനെ പലതും. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ 6-7 years എക്സ്പീരിയൻസിൽ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞു ഞാൻ 2 ക്യാമറ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഞാനെന്ത് ചെയ്തു, എൻ്റെ ഈ മൊബൈൽ ഫോൺ ക്യാമറ. ഇത് വെച്ചിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്യാറുള്ളത്. ഓൾ റൈറ്റ്, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വ്ളോഗിങ് ഓൺ സ്മാർട്ട് ഫോൺസ് ഓർ വ്ളോഗിങ് വിത്ത് സ്മാർട്ട് ഫോൺസ്. എന്തുകൊണ്ടാണ് സ്മാർട്ട് ഫോൺസിൽ വ്ളോഗിങ് ചെയ്യണത് ഇത്രയും അധികം ഇന്ന് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമായിട്ട് വന്നിരിക്കുന്നത്? ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പലരും ഐഫോണാണ് മേടിക്കുന്നത്. ഐഫോണിനായിട്ടുള്ള ക്രേസ് ഭയങ്കരമായിട്ടുണ്ട്. ഓഫ് കോഴ്സ് അതിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്, ഞാൻ പറയുന്നില്ല ഐഫോണിൻ്റെ ക്വാളിറ്റി നല്ലതാണ്, നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ ഞാനും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഐഫോണിലും കൂടുതൽ ഞാൻ പറയണത് നല്ലൊരു ക്യാമറ ഉണ്ടെന്ന് വെച്ചാൽ അത് തന്നെയാണ്. കാരണം ഇതിൽ ഒന്നാമത്തെ 1-inch സെൻസർ, പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ നൈറ്റ് ടൈം ഷൂട്ട്, പിന്നെ കൺവീനിയൻസ്. നമ്മൾ സ്മാർട്ട് ഫോണിൽ വ്ളോഗിങ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൻ്റെ കൺവീനിയൻസ് ഭയങ്കരം തന്നെയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് പല ഫിൽറ്റേഴ്സും നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ആ ഒരു കൺവീനിയൻസും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ദിസ് ക്യാമറ ഓർ ദിസ് മൊബൈൽ ക്യാമറ ബീറ്റ്സ് ദി എൻറ്റയർ മൊബൈൽ ക്യാമറ ഇൻഡസ്ട്രി. നമ്മൾ വ്ളോഗിങ് ചെയ്യുമ്പോൾ വലിയ DSLR ക്യാമറ ഒക്കെ ഉപയോഗിച്ച് പുറത്ത് പോയി കഴിഞ്ഞാൽ പലയിടത്തും നമ്മളെ അവർ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും ശരി, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെന്നാലും ശരി, വലിയ DSLR ക്യാമറ അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്യാമറ എന്ന് പറയും, അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അവർ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അതിലും ഭേദം നമ്മൾ മൊബൈൽ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്താൽ ആരും ഒന്നും പറയില്ല. കാരണം അവർക്കറിയാം നമ്മളുടെ ഒരു സെൽഫി എടുക്കണം അല്ലെങ്കിൽ അത്. പക്ഷെ ഒരു വലിയ പ്രൊഫഷണൽ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അവരായിരിക്കും ചിലപ്പോൾ നമ്മൾ റിപ്പോർട്ടേഴ്സാണ് അല്ലെങ്കിൽ അഡ്വർടൈസിങ് കമ്പനി എന്നാണ്, ഫ്രീ ആയിട്ട് അവർ വീഡിയോ ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് ഫോട്ടോസ് എടുക്കുന്നത്, അങ്ങനെ പല ചിന്തകളും അവർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക്കലി നോക്കുന്നത് വെച്ചാൽ മൊബൈൽ ഫോൺ വ്ളോഗിങ്ങാണ് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ. ചൂടിപ്പോഴും കുറഞ്ഞിട്ടില്ല. എനിക്ക് പുറത്ത് വന്നിട്ടേ വ്ളോഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ല, വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒച്ചയും ബഹളമുണ്ട്, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴും നല്ല ഉഷ്ണമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കിടക്കണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ മൊബൈൽ ഫോൺ ക്യാമറ ഉപയോഗിച്ചിട്ട് വ്ളോഗിങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരു സൗകര്യം തന്നെയാണ്. കാരണം നമ്മൾ കീശന്ന് എടുക്കുക, ഷൂട്ട് ചെയ്യുക, നല്ല ഓഡിയോ ക്വാളിറ്റിയും കിട്ടും ഇപ്പം നമ്മൾക്ക്. പ്ലസ് അതിൻ്റെ മുകളിൽ കൂടെ അതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഇങ്ങനത്തെ ക്യാമറ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിലിപ്പോൾ 8K ഷൂട്ട് വരെ നമുക്ക് ചെയ്യാൻ പറ്റും.
4K 8K 4K 24 FPS 4K 60 FPS വരെ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പ്ലസ് 120 FPS വരെ ആക്ച്വലി ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ റോ വീഡിയോയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ തിരിച്ച് കളർ ഗ്രേഡിങ് എന്ന് വെച്ചാൽ അത് ചെയ്യാം ഇതിൽ. അങ്ങനെ പല ഫങ്ഷനാലിറ്റിയും ഇതിലുണ്ട്. വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഇതിലെന്ന് പറഞ്ഞാൽ ഈ 4 ലെൻസ് ഇതിൽ കാണുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിൽ 4 ലെൻസ് ഉണ്ട്. ഈ 4 ലെൻസിൻ്റെ ഫങ്ഷനാലിറ്റി നമുക്ക് ഏത് സർക്കംസ്റ്റൻസസിലും നമ്മൾക്കത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾക്ക് അതനുസരിച്ചിട്ട് ഒരു കമ്പോസിഷൻ ചെയ്യാം. നമ്മളുടെ ഷൂട്ട് അനുസരിച്ചിട്ടുള്ള കമ്പോസിഷൻ അത് ചെയ്യാം. യുനോ ഇറ്റ്സ് മാസീവ്. ഇതൊരു ബീസ്റ്റാണ് ആക്ച്വലി. മൊബൈൽ ഫോൺ ക്യാമറ വ്ളോഗിങ്ങിൽ ഈ ഷോമി 14 അൾട്ര ഒരു ബീസ്റ്റാണ്. എനിക്ക് ഷോമി 14 അൾട്ര ഒരു പൈസ ഒന്നും തരുന്നില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് മേടിച്ച ഒരു ഫോണാണ്. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നിങ്ങളോട് ഇത് പറയണത്. അപ്പോൾ ഞാനിപ്പോൾ ബേസിക്കലി എൻ്റെ സബ്സ്ക്രൈബർ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിൻ്റെ ഫങ്ഷനാലിറ്റീസിലേക്ക് കടക്കാം. എന്നിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ കുറച്ച് ഷോർട്സ് ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് അതും കാണിച്ചു തരാം. പിന്നെ വേറെ കാര്യം, ഈ ഷൂട്ടൊക്കെ ഞാൻ ചെയ്യണത് ഇപ്പോൾ HDR വീഡിയോയിലാണ് ചെയ്യണത്. ഞാൻ 4K HDR വീഡിയോയിലാണ് ഇത് ചെയ്യണത്. പണ്ടൊക്കെ ഞാൻ HDRൽ ചെയ്തിരുന്നില്ല. പക്ഷേ HDR വീഡിയോൻ്റെ ഇത് വില മനസ്സിലായി തുടങ്ങിയപ്പോഴും അതിൻ്റെ ക്വാളിറ്റി മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് ഞാനിപ്പോൾ HDRലേ ഇത് ഷൂട്ട് ചെയ്യാറുള്ളൂ. എൻ്റെ കഴിഞ്ഞ 2-3 വ്ളോഗ് എല്ലാതും HDRൽ ഷൂട്ട് ചെയ്തതാണ്. ഞാൻ ആക്ച്വലി രാത്രി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. കാരണം ഈ മൊബൈൽ ക്യാമറയുടെ ആക്ച്വലി നൈറ്റ് ടൈം ഷൂട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇന്നലെ എനിക്ക് ഷൂട്ട് നിർത്തേണ്ടി വന്നു. കാരണം ഭയങ്കര ചൂട് കാരണം ഇന്നലെ ഷൂട്ട് നിർത്തി. അപ്പോൾ ഇന്ന് ആക്ച്വലി വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾക്ക് ഒരു ചെറിയൊരു ഇൻവിറ്റേഷൻ ഉണ്ട് നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ നമ്മൾ ഡിന്നറിന് വേണ്ടി പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നൈറ്റ് ടൈം ഷൂട്ട് എടുത്തിട്ട് ഇതിൻ്റെ കുറച്ച് സാമ്പിൾസ് നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ആക്ച്വലി കാറിലെ ചെറിയൊരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. അതിലാണ് ഞാൻ ഇപ്പോൾ റെക്കോർഡിങ് ചെയ്യണത്. പിന്നെ ഇതിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലെൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ലെൻസല്ല, ഇതിൽ ഞാനൊരു ലെൻസിൻ്റെ ഫിൽറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ലൈറ്റ്സും ഇതൊക്കെ വരുമ്പോൾ കുറച്ചൊരു ചെറിയ ഗ്ലോയി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ടിഫൻ്റെ ഫിൽറ്ററിനത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വാളിറ്റി എങ്ങനെ തോന്നുന്നത് കാണിക്കാം. അപ്പം ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി സംസാരിക്കില്ല, നിങ്ങൾക്ക് സാമ്പിൾ ഫുട്ടേജ് മാത്രം കാണിക്കാം ഇന്നത്തെ രാത്രിയിലത്തെ. അപ്പോൾ രാത്രിയിലെ ഷോട്ട് അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിം ലൈറ്റ് അവൻ്റെ വീട്ടിൽ, അവൻ വളരെ ഡിം ലൈറ്റിന് വയ്ക്കാം. അപ്പോൾ ഇത് 1-inch സെൻസർ ആയതുകൊണ്ട് ഇതിൻ്റെ നല്ല ക്വാളിറ്റി ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾ കാണാം. ഇപ്പം സമയം ഓൾമോസ്റ്റ് 6:15 വൈകുന്നേരത്തെ സമയം. നമ്മൾ ബേസിക്കലി വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ ലോ ലൈറ്റ് സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ക്യാമറ വേണം. ഇതിൻ്റെ മാക്സിമം അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ 1.63 ആണ്. എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു ബൊക്കെ തരും. പിന്നിൽ കണ്ടില്ല ബൊക്കെ, അതൊക്കെ നമുക്ക് ഇതിൻ്റെ അപ്പർച്ചർ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാമറ നമ്മുടെ കയ്യിലെന്ന് വെച്ചാൽ നമുക്ക് ലോ ലൈറ്റിലും പിന്നെ ഒരു പ്രശ്നമില്ല, നമുക്ക് ഷൂട്ട് ചെയ്യാനാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈവൻ എൻ്റെ ഓസ്മോ പോക്കറ്റ് 3 ഉണ്ടായാലും ശരി, ഈ ഒരു മൊബൈൽ ക്യാമറ എന്നെ പലപ്പോഴും ഒരു കണ്ടൻറ് ഐഡിയ വന്നു കഴിഞ്ഞാൽ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഈ മൊബൈൽ ക്യാമറ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു ക്യാമറ വിച്ച് ക്യാൻ ഡു എവറിത്തിങ് എന്ന് വെച്ചാൽ ഫ്രം ഡിഫറെൻറ്റ് ലെൻസസ് ടു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഷൂട്ടിംഗ് വിച്ച് വി ക്യാൻ ഡു വിത്ത് വൺ ക്യാമറ. അത് എനിക്ക് ഒരു മൊബൈലിൽ കൂടെ കിട്ടിയിട്ടുണ്ട്. പണ്ട് എനിക്ക് മൊബൈൽ ക്യാമറ എന്ന് പറഞ്ഞാൽ അത്രയും ഇതായിട്ട് തോന്നിയിട്ടില്ല ക്വാളിറ്റിയിൽ. പക്ഷേ ഈ ക്യാമറ കിട്ടിയ പിന്നെ ഇറ്റ്സ് ഓൾമോസ്റ്റ് നൗ 5 to 6 months ഐ തിങ്ക്. സോ ഈ ക്യാമറ കിട്ടിയ പിന്നെ ഞാൻ എൻ്റെ ഷൂട്ടും എൻ്റെ വ്ളോഗും ഒരു മടിയും കൂടാതെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വ്ളോഗിങ് ബേസിക്കലി ഞാൻ പറഞ്ഞ മാതിരി ആദ്യം തന്നെ എനിക്കൊരു OCD ഉണ്ടായിരുന്നു ബേസിക്കലി. എന്ന് വെച്ചാൽ എൻ്റെ ക്വാളിറ്റി നന്നാവണം, കണ്ടൻറ്റ് മാത്രമല്ല ക്വാളിറ്റി നന്നാവണം. അപ്പോൾ അതുകൊണ്ട്
ഈ ഒരു ക്യാമറ എൻ്റെ കയ്യിൽ വന്നേ പിന്നെ ഈ മൊബൈൽ ക്യാമറ വന്നേ പിന്നെ ഞാൻ പിന്നെ തിരിച്ചിട്ട് വേറൊരു ക്യാമറ മേടിക്കലോ അതോ ഫ്രണ്ട്സിൻ്റെ നിന്ന് എടുക്കലോ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ സബ്സ്ക്രൈബർ ചോദിച്ച മാതിരി നിങ്ങൾക്ക് ഈ ഫോണിനെ പറ്റിയിട്ടും പിന്നെ ഈ ഫോണിൻ്റെ ക്യാമറയെ പറ്റിയിട്ടും അധികം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇഫ് യു ആർ ഗോയിങ് ടു ബൈ ദിസ്, ഞാൻ പറയുന്നത് പറഞ്ഞാൽ കണ്ണും പൂട്ടിക്കൊണ്ട് നിങ്ങൾക്കിത് മേടിക്കാം. മേ ബി ഇപ്പോൾ ഈ കൊല്ലമായതുകൊണ്ട് ഇപ്പോൾ ഈ കൊല്ലം കഴിയാറായതുകൊണ്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ എനിക്കൊന്ന് നെക്സ്റ്റ് ഇതിൻ്റെ ഫോൺ വരും, അൾട്രാ 15 വരാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ ഒരു റിവ്യൂ ആയിട്ട് കണക്കാക്കരുത്, ഇതെൻ്റെ പേഴ്സണൽ ചോയ്സ് ആയിരുന്നു, പിന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ ഈ ഫോൺ ക്യാമറ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 6 മാസമായി. അപ്പോൾ അതനുസരിച്ചിട്ട് എനിക്ക് കിട്ടുന്ന ക്വാളിറ്റി നിങ്ങൾക്ക് കാണാം. അതനുസരിച്ചിട്ട് എന്നോട് എൻ്റെ സബ്സ്ക്രൈബർ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് 2-3 ദിവസം എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്ക് ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുന്നതായിരിക്കും. ഞാൻ എൻ്റെ ഔട്ട് പാസിന് വേണ്ടിയിട്ട് എക്സിറ്റ് പാസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ അതൊരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് മൺഡേ ട്യൂസ്ഡേ ആകുമ്പോഴത്തേനും എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അതൊരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നാട്ടിൽ വെച്ച് കാണാം. അപ്പോൾ അതുവരെ ഇവിടെ ഉള്ള വ്ളോഗ്സ് എനിക്ക് അധികം സ്ഥലങ്ങളിലേക്ക് പോകാനൊന്നുമില്ല, കറങ്ങാനൊന്നുമില്ല. ഞാൻ വീട്ടിൽ തന്നെയാണ് കൂടുതലും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വ്ളോഗ്സ് കൂടുതലും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കാം. പിന്നെ നിങ്ങൾ ഈ ചാനലിൽ പുതിയതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.